എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏണിങ്സ് കിട്ടാനും നമ്മുടെ ഫേസ് ഒക്കെ 10 പേരെ അറിയാൻ വേണ്ടിയിട്ടും ഉള്ള സെറ്റപ്പാണ്. ഇതിൽ ആദ്യം നമ്മുടെ പ്രിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി. ഇത് തന്നെയാണ് എല്ലാവരുടെ ഉദ്ദേശം. പക്ഷെ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടിയും കാണിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യാതിരിക്കുക, അതെനിക്കും പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഈ പ്രവീൺ, പ്രണവ്, കൊച്ചു ഇവരുടെ ഫാമിലി ഇഷ്യൂസ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഭയങ്കരമായിട്ട് കത്തി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇവരുടെ ഫാമിലി ഇഷ്യൂ. അപ്പൊ ഈ ഫാമിലി ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടങ്ങുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ കാണും. അതുപോലെ നമ്മൾ കണ്ടെത്തിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടും. നമ്മളും കഞ്ഞി കുടിക്കും. ഇത് കുറെ ആൾക്കാർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് നടക്കുന്നത്. അത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർ അങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടിയിരിക്കും. നീ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, അല്ല, ഒരിക്കലല്ല. നമ്മുടേതായ എത്തിക്സും നമ്മുടെ ഒരു പ്രൊഫഷനും ഒക്കെ ആയിട്ട് ചൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടി എന്ന് കുറേ എണ്ണം കടന്ന് ചലയ്ക്കുന്നവന്മാരടുത്ത് പറയാനുള്ളതാണ് പൈസയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല വീഡിയോ ചെയ്യുന്നത്. എന്നാൽ പൈസ ഒരു പ്രിഫറൻസ് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ ഫേസ് ഫെമിലിയർ ആണ്, പിന്നെ നമ്മുടെ പ്രൊഫഷനാണ്, പിന്നെ അതിൽ കുറെ എത്തിക്സും ലോജിക്കും ഒക്കെ കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടേതായ എത്തിക്സ് ഉണ്ട്. ന്യായത്തിന്റെ പക്ഷത്ത് നിന്ന് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ചെയ്യത്തുള്ളൂ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ വിഷയം. ഈ പ്രവീൺ, പ്രണവ് വിഷയം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് പേർക്കൊക്കെ ഇവർ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്ക് എന്ന് പറയുന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ ചാനലിന് നല്ല വിഷയമാണ്. അപ്പൊ സ്ട്രൈക്ക് കൊടുത്തു. അതിൽ ഫെയറി ഹോം എന്ന് പറയുന്ന ഒരു ചാനലിലുള്ള ഒരു യുവതി വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ അവരെ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അവരെ ഇങ്ങനെ സ്ട്രൈക്ക് അടിച്ച് നശിപ്പിച്ച് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ചാനലിനും സ്ട്രൈക്ക് കൊടുക്കരുത്. കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട എങ്ങനത്തെ ചാനലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചിട്ട് ഇല്ലാത്ത അപവാദം പറയുക, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി വ്യക്തിഹത്യ ചെയ്യുന്നവർക്കെതിരെ വേണം സ്ട്രൈക്ക് കൊടുക്കാൻ. പക്ഷെ ഉള്ള കാര്യം പറയുന്നവരെ, ഉള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നവർക്ക് എതിരെ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയങ്ങൾ വരും. ഞാൻ അത് പറഞ്ഞു തരാം. ഫെയറി ഹോം എന്ന് പറഞ്ഞ ഈ ലേഡിക്ക് പ്രവീൺ, പ്രണവിന്റെ ഏതോ അവരുടെ ടീം ഏതോ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രൈക്ക് കൊടുക്കും മുമ്പേ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട സാധനങ്ങളെ എടുത്തു വച്ചിട്ടാണ് അവർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറി അവിടെ വന്ന് ഒളിക്യാമറ വെച്ച് കണ്ടെത്തിയിട്ടല്ല അവരൊരിക്കലും വീഡിയോ ചെയ്തിട്ടുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നം ഇടുകയും അങ്ങനെ അത് വലിയ ചർച്ചാ വിഷയമാവുകയും എല്ലാ റൈറ്റ്സോടും വളരെ മാന്യമായ രീതിയിലാണ് അവരെടുത്തു വെച്ചിട്ട് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വീഡിയോ ചെയ്ത് അവർക്കെതിരെ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നാറിയ പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഫെയറി ഹോം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ വിഷമത്തോട് പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ ഇടിച്ചു കയറി ഇവിടെ ആരും വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് നല്ല പോലെ ദേഷ്യം വരും. ഏത് നല്ല വൈരാഗ്യ ബുദ്ധി വരും ഈ സ്ട്രൈക്ക് കിട്ടുന്നവർക്ക്. അങ്ങനെ കിട്ടുന്നവരെന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു പക്ഷേ നാളെ നിങ്ങളെ കുടുംബത്തിൽ കയറി ഇടിച്ച് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയേക്കാം. ദയവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിട്ട കണ്ടന്റ് എടുത്തിട്ടാണ് അവർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് വളരെ മാന്യമായ രീതിയിലും അവർ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ കയറി സ്ട്രൈക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പ്രവീൺ, പ്രണവ്, കൊച്ചു എന്നുള്ള ഫാമിലി അടുത്ത് മൊത്തത്താണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി, നിങ്ങളുടെ പ്രവീൺ, പ്രണവിന്റെ വിഷയം മാത്രമല്ല, ഏതൊരു വ്യക്തി ആർക്കും കൊണ്ട് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഭയങ്കര മോശമുണ്ടേ. എല്ലാവരും കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് ചാനൽ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത്. നിങ്ങൾ പബ്ലിക്ക് കൊണ്ട് ഇട്ടിട്ടുള്ള ഒരു വിഷയമാണ് അവരെടുത്ത് വെച്ച് സംസാരിച്ചിട്ടുള്ളത്. അതൊക്കെ ആദ്യം മനസ്സിലാക്കുക. എന്തായാലും അവർ പറയുന്ന വീഡിയോ ആദ്യം ഒന്ന് കണ്ടുനോക്കാം. എല്ലാവർക്കും ഫെയറി ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിനകത്ത്, എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ എനിക്കിപ്പോൾ ഇന്ന് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇന്നെന്ന് മാത്രമല്ല, ഈ ഒരിക്കലും ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അത്രമാത്രം ഒരു വലിയ പണിയാണ് എനിക്ക് പ്രവീൺ പ്രണവെന്ന ചാനലിലെ പ്രവീൺ എനിക്കിട്ട് തന്നത്. ഇനി എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറയാം. ഇവരുടെ ചാനലിന് സ്ട്രൈക്ക് കൊടുത്തിട്ടുള്ളത് പ്രവീണാണ്, പ്രണവല്ല. പ്രവീൺ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, നോക്കാം. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ പേരെങ്കിലും കണ്ടു കാണുമായിരിക്കും. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രണവ് പ്രവീണിൻ്റെ ചാനലിലെ ഒരു വീഡിയോ. കാരണം അവരുടെ ആ ഇഷ്യൂ നടന്ന സമയത്തൊന്നും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇഷ്യൂ നടന്ന സമയത്തൊന്നും ഞാൻ എൻ്റെ ചാനലിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് പറയാൻ കാരണം, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. ഏറ്റവും ഭയങ്കര പാടാണ്. കുറെ പേർക്കൊക്കെ ഒരു വിചാരമുണ്ട്, റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങ് ചുമ്മാ കയറിയിരുന്നങ്ങ് ചെയ്യാണ്. അല്ല, നല്ല പണിയുണ്ട്. 24/7 ഇതിന്റെ അവസ്ഥ. അതാണ് വേറൊരു സത്യം.
ഭയങ്കര പാടുണ്ട്. നമ്മളെ പല പേഴ്സണൽ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു പ്രൊഫഷനായിട്ടും പിന്നെ നമ്മുടെ വരുമാന മാർഗമായിട്ടൊക്കെ മാറുമ്പോൾ നമുക്കത് തന്നെയാണ് ഒരു ഇതായിട്ട് പോകുന്നത്. അതിലിപ്പോൾ തെറ്റു പറയാനൊന്നുമില്ല. കുറേ പേര് വിചാരമുണ്ട് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചെങ്കിൽ ചുമ്മാ കാച്ചു കാണും. അല്ലടേ, നല്ല പാടുണ്ട്. കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സാധനം വളരെയധികം പ്രയാസമാണ്. മറ്റുള്ള ബ്ലോഗേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും നല്ല തലയുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. തല മീൻസ് അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് അറിവുണ്ടായിരിക്കണം. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നടക്കുന്ന ആ ഓരോ സംഭവങ്ങളാണല്ലോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കണം. അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് നന്നായിട്ട് പഠിക്കണം. മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. പിന്നെ അവരുടേതായ ന്യായത്തിൽ അവരുടേതായ കാഴ്ചപ്പാടിൽ അവരത് പ്രസൻറ്റ് ചെയ്യണം. ഇത് ഇത്രയും ശരിയായാൽ മാത്രമേ ഒരു റിയാക്ഷൻ വീഡിയോ ചാനൽ വിജയിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ നമുക്കറിയാവുന്നതാണ്. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. എനിക്ക് അതിനുള്ള തലയില്ലാത്തതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് ഞാൻ പറയാൻ കാരണം. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറയല്ല. നമ്മളെ കൊണ്ട് എല്ലാം പറ്റും. ജീവിതത്തിൽ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല. എല്ലാം ഇവിടെ മനുഷ്യരിലെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത്. പറ്റാതെ ഒന്നും പോകത്തില്ല. ആ പ്രവീൺ പ്രണവിന്റെ അവരുടെ ചാനലിനെ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടെ ആ ഒരു ഫാമിലിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരിൽ ഒരാളാണ് ഞാനും. അവരുടെ ആ ചാനലിൽ അവരിട്ട ഒരു വീഡിയോയിൽ ഈ പ്രവീണും മൃദുലയും കൂടെ ഇരുന്ന് നമ്മൾ കമന്റ് ഇട്ട ആൾക്കാരെ കുറ്റം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. കാരണം എൻ്റെ ആ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്ന ആ വീഡിയോയ്ക്കകത്ത് ആ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പാണ് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്ത് പ്രവീൺ എൻ്റെ ചാനൽ എന്താ പറയുക ടെർമിനേറ്റ് ചെയ്യിച്ചു. ഇന്നലെ രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ചാനൽ യൂട്യൂബിൽ നിന്നുള്ള മെസ്സേജ് കിടക്കുന്നത് പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ നിന്ന് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു ഇതെടുത്തു എന്നുള്ളതാണ് അവർ നമുക്കെതിരെ കൊടുത്തിരുന്ന ഒരു കംപ്ലൈൻറ്റ്. അതായത് ആ ഒരു പിക്ക് എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത്. അങ്ങനെ എൻ്റെ ചാനൽ 7 ദിവസത്തിനകം ടെർമിനേറ്റ് ആയി പോകും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കടന്നു. പോരെങ്കിൽ നമുക്ക് ഒരു വീഡിയോയും ഇന്നലെ മുതൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ എൻ്റെ വീട്ടിൽ ഒരു മരണ വീടുപോലായിരുന്നു കേട്ടോ. അത് എന്താ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം നമ്മുടെ ഒരു പ്രയത്നം പ്രവീൺ മനസ്സിലാവത്തില്ല. കാരണം പ്രവീൺ അങ്ങനെയാണല്ലോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവീണും മൃദുലയും സ്വന്തം അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അനിയൻ്റെയൊക്കെ അധ്വാനമല്ലേ ആ കുട്ടി ഒരു വലിച്ചു പറിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ കണ്ണുനീരിനോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രയത്നത്തിനൊക്കെ പുല്ലുവിലയായിരിക്കും ആ കുട്ടി വെക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം അതിനങ്ങനെയൊന്നും തോന്നത്തില്ലല്ലോ ടീച്ചർ. അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു ചാനലായിരുന്നു എൻ്റെത്. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഈ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. കാരണം എനിക്ക് പുതിയ ചാനലിൽ ഇടേണ്ട ഒരു അവസ്ഥ വന്നു. ഇത് കംപ്ലീറ്റ് എനിക്ക് അറിയില്ല. പക്ഷേ ഇന്നലെ രാത്രിയായപ്പോൾ ആക്ച്വലി മോളാണ് ഇതിലെല്ലാം എനിക്ക് അപ്ലോഡ് ചെയ്യുന്നത്. കാര്യങ്ങളും എല്ലാം മോളാണ്. പക്ഷെ അവർക്കും അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതായിപ്പോയി. നമുക്കിങ്ങനെ യൂട്യൂബിൽ നിന്നൊരു മെസ്സേജ് വന്നു. പ്രവീൺ ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെർമിനേറ്റ് ആയി പോകും, 7 ദിവസത്തിനകം ടെർമിനേറ്റ് ആവും. പിന്നെ അതിൻ്റെ റീസണും കാണിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ് കാരണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ മോൻ വന്നു. ടെർമിനേറ്റ് ആവത്തില്ല, സൈക്കിളിൽ വന്നിട്ടുള്ളൂ, നിൽക്കും, കുഴപ്പമില്ല, ചാനലൊന്നും പോകത്തില്ല. ആ വീഡിയോ മാത്രം പോകും, വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ അവർ കൊടുത്തത് തെറ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ. സ്ട്രൈക്ക് അടിച്ചത് ഈ ലേഡിക്ക് മാത്രമല്ല, വേറൊരു അനീഷ് ബ്രോ എന്ന് പറയുന്ന ഒരു ബ്രോയ്ക്കും കൂടി ഇവർ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട്. ആ ബ്രോ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്പർ കൊടുത്ത് പിന്നെ വിളിക്കാനൊന്നും വിളിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും അതവിടെ കിട്ടും. നിങ്ങളെ കുറ്റം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ ഫാക്ടർ കൊണ്ടായിരിക്കും നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്തത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിട്ട സാധനമാണ് ഓരോരുത്തരും എടുത്തു വെച്ച് സംസാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊന്നും പബ്ലിക് ഇടാൻ പാടില്ല. നിങ്ങളെ വീട്ടിൽ കയറിയിട്ട് ആരും ഒന്നും കണ്ടെത്തിയിട്ടില്ല. കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവൻ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അമ്മ എന്നോട് ചോദിച്ചു, അമ്മ ഒരു കാര്യം ചെയ്യാം നമുക്ക്. കാരണം നമ്മുടെ ഒരു ചാനൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട് മുഴുവനും അങ്ങ് പോവുകയാണ്. നമുക്ക് മെമ്മറീസിന് വേണ്ടിയിട്ടിരുന്നില്ലേ. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അവർക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം, നമ്മൾ അത് പ്രൈവറ്റ് ആക്കി ഇട്ടോളാം, ആ ചാനലിൽ നമുക്ക് ഒന്ന് റിക്വസ്റ്റ് കൊടുക്കാം. കാരണം ഒരാളുടെ കാല് പിടിക്കുന്നത് പോലെ ആണ്. എന്നാലും ഞാൻ വിചാരിച്ചു സാരില്ല. കാരണം ആ കുട്ടിക്ക് നമ്മളുടെ ഈ ഒരു ഞാനിട്ട വീഡിയോ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം നിങ്ങൾക്കറിയാലോ, ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ ചാനലുകളും എടുത്ത് അമ്മാനമാടിയ ഒരു ഇഷ്യൂ ആണ് ഇവരുടെ വീട്ടിലെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിട്ട ഒരു വീഡിയോയ്ക്ക് എന്തായി പ്രശ്നം? അതേ ഇവർ ഇതുപോലെ ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനൽ നിർത്തലാക്കിയിട്ടുണ്ടോ എനിക്കത് അറിയില്ല. പിന്നെ ഇതിനേക്കാൾ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വന്ന കംപ്ലൈൻറ്റിൽ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് പ്രണവ് കൊച്ചുവിൻ്റെതാണ്. അതെനിക്ക് അങ്ങനെ അറിയത്തില്ല. പ്രവീണിൻ്റെ ചാനലിന് വേറെ മെയിൽ ഐ ഡി ഉണ്ട്. പക്ഷേ എനിക്ക് വന്ന കംപ്ലൈൻറ്റ് പ്രണവ് കൊച്ചുവിൻ്റെ പേരിലാണ്. ആദ്യം എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി, പ്രണവ് കൊച്ചുവാണോ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്, ആരാ ചെയ്തതെന്നൊന്നും എനിക്ക് പിടികിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ പ്രണവ് കൊച്ചുവിൻ്റെ മെയിൻ അതെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് അവരുടെ ഐ ഡി എന്ന് പറയുന്നത് നമ്പറുകളിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല അതൊന്നും. കാരണം അതൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു നിയമത്തിനെതിരാണ്, നമ്മുടെ അവിടെ പ്രൈവസി ആണല്ലോ. സോ പക്ഷേ എനിക്ക് വന്നേക്കുന്നത് ഇപ്പോൾ അവർക്ക് ആർക്കും വേണം അടിക്കാൻ പറ്റും. കാരണം രണ്ടുപേരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചാനലാണ്. രണ്ട് മെയിലും ചിലപ്പോൾ അവർ ആഡ്സെൻസോ അതുമായിട്ടൊക്കെ കണക്ട് ആയിരിക്കും. അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അവർക്ക് ആർക്കും വേണം അടിക്കാൻ പറ്റും സൈറ്റ്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ചിന്തിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. മിക്കവാറും പ്രണവായിരിക്കും അടിച്ചത്, ചിലപ്പം പ്രവീണായിരിക്കും അടിച്ചത്. ആരെയും അവർക്ക് ആർക്ക് വേണം അടിക്കാൻ പറ്റും. രണ്ടുപേരും മാറി മാറി യൂസ് ചെയ്ത് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തിരുന്ന ചാനലല്ലേ, സംഭവിക്കും, സ്വാഭാവികം. പ്രവീണിന്റെ ആ വീഡിയോ ആണ് എനിക്ക് കംപ്ലൈന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ വന്നിരിക്കുന്ന ഐ ഡി പ്രണവ് കൊച്ചുവിൻ്റെതുമാണ്.
പ്രണവ് കൊച്ചുവിൻ്റെ ഐഡിയിലാണ് എനിക്ക് കംപ്ലൈൻറ്റ് അവർ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതെന്തുകൊണ്ട് പ്രവീണിൻ്റെ ഐഡിയിൽ അവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തില്ല? ഇത് പ്രണവിന് അറിയത്തില്ലേ? കൊച്ചു പ്രണവിൻ്റെ പേരിൽ ഇവരൊരു ഇത് രജിസ്റ്റർ ചെയ്യും. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ യാതൊന്നും തരത്തിലും ഞാൻ ചെയ്തിട്ടില്ല. ഞെട്ടി അവരെ തോളത്തെടുത്തിട്ടുകൊണ്ട് ആ മുതലേന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോണ വഴിക്ക് ആ കാറിൻ്റെ താക്കോലും കൂടെ എടുത്ത് കാറും കൊണ്ട് പോകണം. ഇങ്ങനെയാണോ മക്കൾ ചെയ്യുന്നത്? ഇങ്ങനെയാണോ ചെയ്യാൻ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണോ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു കാർ പോലും ഇല്ലായിരുന്നു. അവർ പിന്നീട് കൊച്ചു ഒരു കാർ എടുത്ത സമയത്ത് പറയുന്നുണ്ട് അവർ അമ്മയ്ക്ക് ബാക്ക് പെയിൻ ആണ്, അമ്മയ്ക്ക് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ ഒരു കാർ കൂടിയേ പറ്റുള്ളൂ കേസെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2 മക്കൾ എൻ്റെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ നോക്കിയാൽ എത്രയല്ലേ? ഒരു അമ്മയുടെ വയറ്റിൽ പെടുന്ന 2 മക്കളാണ്. എന്തുമാത്രം ഡിഫറൻറ്റ് ക്യാരക്ടർ. അതിനകത്ത് കൊച്ചു പറയുന്ന ചില വാക്കുകളുണ്ട്. ആ 2024 അനാലിസിസിൽ പറയുന്ന 2 വാക്കുകളുണ്ട്. ഇവർ പറഞ്ഞ വാക്കുകളുണ്ട്. 2024 ഞങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് വീടായി, ഞങ്ങൾക്ക് കുഞ്ഞായി, പിന്നെ എന്തൊക്കെയായി മൃദുല, എന്തൊക്കെയോ ആയി. അല്ലാതെ ഒരു വാക്ക് ആ കുട്ടിക്ക് പറയാമായിരുന്നല്ലോ. ഞങ്ങൾക്ക് നഷ്ടങ്ങളും ഉണ്ടായിരുന്നു, പറയാമായിരുന്നു. ഞങ്ങൾക്ക് 2024 ഒരുപാട് ലാഭം ഉണ്ടാക്കി, പക്ഷേ നഷ്ടങ്ങളും ഉണ്ടാക്കിയെന്ന് ഒരു വാക്ക് പ്രവീണിൻ്റെ വായിൽ നിന്ന് വീണില്ലല്ലോ. അതാണ് പ്രവീൺ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ബാധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. ആ നേരത്തെ ഇട്ട വീഡിയോസിനകത്ത് ഇത്രയൊന്നും ഞാൻ അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമോ ഈ ചാനലിൽ അല്ലെങ്കിൽ മറ്റേ ചാനൽ, ഒരു പുതിയ ചാനൽ തുടങ്ങി അതിലെങ്കിലും ഞാൻ ഇടും. അത് അവിടെ കിടന്ന് ഓടട്ടെ, ചില സിനിമകൾ കിടന്ന് ഓടും പോലെ അവിടെ കിടന്ന് ഓടട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നതൊക്കെ പിന്നെയും ഞാൻ ഇടും എന്ന് പറഞ്ഞ കണക്ക്. പക്ഷെ പ്രണവ് പറഞ്ഞതോ ചില ഓർമ്മകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ബന്ധങ്ങൾ, അതായത് എത്ര രൂപ കൊടുത്താലും തിരിച്ചു കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ചാനൽ പോകുമ്പോൾ എനിക്കുണ്ടാകുന്നത് ഒരുപാട് മെമ്മറീസാണ്. എൻ്റെ നല്ല എന്തോ പറയാനായിട്ട്. ഞാനും പ്രണവൊക്കെ ഇപ്പോൾ പ്രണവിന് വേണ്ടി പറഞ്ഞു എന്നെയും കൂടെ എന്നാൽ പിന്നെ പൊയ്ക്കോ പ്രണവിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പോഴും വീട്ടുകാരോട് ഭയങ്കര പകയാണെന്നല്ല ഞാൻ മനസ്സിലാക്കിയത്. അതിനാൽ എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രവീൺ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു മെസ്സേജ് ചെയ്യുക, ഞാനത് പ്രൈവറ്റ് ആക്കി ആടുമായിരുന്നു. അല്ലാതെ യൂട്യൂബിനകത്തോട്ട് പറഞ്ഞ് എൻ്റെ ചാനലിനെ അടിച്ച് പോയിപ്പിക്കുന്ന രീതിക്കല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ യൂട്യൂബിനോട് ഞാൻ പറഞ്ഞു, അത് തിരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അവർക്കത് ഫെയർ ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത് തിരിച്ച് കിട്ടിയത്. ഇനി ഒരു 10 days എനിക്ക് സമയമുണ്ട്, അതെനിക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്. എന്നാലും സാരമില്ല, എനിക്ക് ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് നിങ്ങളെ ഈ ഒരു ചാനലിൽ കൂടെ എനിക്ക് പറയാൻ പറ്റുമല്ലോ. എനിക്ക് അത് തന്നെ ഒരു വലിയ കാര്യം. ഒന്നുമില്ലെങ്കിലും യൂട്യൂബിനത് നമ്മൾ ബോധിപ്പിച്ച കാര്യം കറക്റ്റാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവരതെനിക്ക് തിരിച്ച് ഇന്നലെ ഫുൾ ഫേസ് ആയിരുന്ന ചാനലാണ്, ഇന്ന് എനിക്കത് ഓപ്പൺ ആക്കി തന്നില്ലേ? അപ്പോൾ എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ടാണല്ലോ ഓപ്പൺ ആക്കി തന്നത്. അത്രയെങ്കിലും ഞാൻ ഫെയർ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇവിടെ യൂട്യൂബിൽ ഫെയർ യൂസ് പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് കിടന്ന് എപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഫെയർ യൂസ് പോളിസിയിൽ കൗണ്ടർ അടിച്ചെടുക്കുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ലീഗൽ വശങ്ങളാണ്, ഞാനതിപ്പോൾ ഇവിടെ പറഞ്ഞ് കുളമാക്കുന്നില്ല. എന്തായാലും പ്രവീൺ പ്രണവായാലും ആരായാലും നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. നിങ്ങൾ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് പബ്ലിക്കിൽ ഇട്ടപ്പോഴും പബ്ലിക് എടുത്ത് വെച്ച് സംസാരിച്ച്, എന്നിട്ട് അതേ പബ്ലിക്കിന് എന്നിട്ട് അടിച്ചണ്ണാക്കി കൊടുക്കുന്ന പരിപാടി എനിക്ക് അത്ര യോജിപ്പുള്ളൊരു കാര്യമില്ല. ഇനി അനീഷ് ബ്രോയുടെ ഒരു കമൻറ്റ് ഒന്ന് വായിക്കാം. എനിക്കും ഈ പ്രവീൺ പ്രണവ് സ്ട്രൈക്ക് തന്നു. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, മെയിൽ ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ 3 പേർക്കും മാറി മെസ്സേജ് ഇട്ടു. എന്നിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ആ സ്ട്രൈക്ക് മാറ്റി തന്നില്ല. ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന ചാനൽ അടിച്ചു കളഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? അവർ ചെയ്ത കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിൻ്റെ ന്യായമാണെന്ന് എനിക്കറിയില്ല. അവർ അവരുടെ പ്രേക്ഷകരോട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? സത്യം. അനീഷ് ബ്രോ പറയുന്ന കറക്റ്റാണ്. ബ്രോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, കോൺടാക്ട് ചെയ്തിട്ടില്ല. എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ കണ്ടില്ല, വിളിച്ചില്ല. ഓക്കെ, എന്തായാലും അതവിടെ നിൽക്കട്ടെ. സ്ട്രൈക്കുകളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കൂ പ്രവീൺ പ്രണവേ. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ കൊണ്ട് പബ്ലിക്കിൽ ഇട്ട കാര്യങ്ങളാണ് ജനങ്ങൾ അഭിപ്രായം പറഞ്ഞത്. പിന്നെ വേറൊരു കേസും നിങ്ങളുടെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൊണ്ട് നമ്മൾ ആരും കൊണ്ട് പബ്ലിക്കിൽ ഇട്ടിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കി. അത് ഇടാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും നാട്ട കേസുകളായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് മാറി. നിങ്ങളെ കുടുംബം തകർക്കാനോ നിങ്ങളുടെ കുടുംബത്തിന് ചെളിവാരി അടിക്കാനോ ഇവിടെ ആർക്കും താല്പര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടിട്ട സാധനമാണ് ജനങ്ങൾ എടുത്തു വെച്ച അഭിപ്രായം പറഞ്ഞത്. ആ ജനങ്ങളുടെ വാ അടപ്പിക്കുന്ന ഒരു മറ്റേടുത്ത പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിനൊക്കെ ശേഷം ഇനി അവരുടെ ചാനൽ തിരിച്ചു കിട്ടും, അത് കൗണ്ടർ അടിച്ച് എടുക്കാം. സ്വാഭാവികമായിട്ട് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. പ്രവീൺ പ്രണവെ ഇതുപോലത്തെ പരിപാടികൾ കാണിക്കില്ല. നിങ്ങൾ ആര് സൈക്ക് അടിച്ചാലും ഇങ്ങനത്തെ നാറിയ പരിപാടികൾ കാണിക്കാതിരിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇട്ടണം. ബൈ.